അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കസോള മാർക്കറ്റുകളിലും വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പോൾ കസോള മാർക്കറ്റിൽ കൂടെ നമ്മൾ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാർക്കറ്റിൽ കൂടുതലൊന്നും ഷോപ്പ് ചെയ്തില്ല, വില്ലേജ് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പോണ വഴിയിൽ ഇത് വലിയൊരു പാലൊക്കെ ഉണ്ട്. എന്താണ് നമ്മളൊരു വില്ലേജിലേക്ക് പോവാണ്. അതിന്റെ ഇടയിൽ കൂടെ തന്നെയാണ് എന്താണ് മാർക്കറ്റും കഫേ എക്സ്പ്ലോറേഷനും അവിടെ തന്നെ വല്ല ലഞ്ചും കഴിക്കും. അപ്പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് ഈ പാലം ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിലൊരു കാറൊക്കെ വന്നു. അപ്പോൾ ഒരേ ഒരു ആക്സസ് ഈ ഒരു പാലം കടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള പാർവതി റിവർ കേട്ടോ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ചാലാൽ വില്ലേജ്. അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്തി. ഈ നേരെ കാണുന്ന വഴി കൂടെ പോയാൽ കുറേ ഷോപ്സ് ഉണ്ട്. ഈ വഴി കയറി പോയാൽ വില്ലേജാണ്. അപ്പോൾ നമുക്ക് വില്ലേജിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മുടെ ഗൈഡ് തന്നു. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി കയറുമ്പോൾ ഞങ്ങൾക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കയറാൻ പോകുന്നത് ഇത്ര വലിയൊരു ട്രക്കിങ്ങാണ്. ആദ്യമൊക്കെ സാധാ പോലത്തെ ഒരു വഴിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ട് നടന്ന് കയറി. പക്ഷേ ഇനി ചെയ്യാൻ പോകുന്നത് ഒടുക്കത്തെ ട്രക്കിംഗ് ആണെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിൽ ഇതേപോലെ കുറച്ച് കഴുതകളൊക്കെ കണ്ടുണ്ടോ, അവരിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വഴിയൊന്നുമില്ല, നമ്മൾ വഴി കണ്ടുപിടിച്ച് കയറണം. ഈ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്, ഓരോ ഭയങ്കര വലിയ സ്ലോപ്പാണ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് കയറിയാൽ സ്വന്തമായിട്ട് ഇതിന് വഴിയൊന്നുമില്ല. അങ്ങനെ കയറി ഞങ്ങൾ എങ്ങനെയും ഇവിടെ വരെ എത്തി. ഞങ്ങളൊരു മല കയറി വില്ലേജ് വിസിറ്റാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് വില്ലേജും കണ്ടില്ല, കൊറേ ഇതും കൊറേ പാറയും കല്ലെല്ലാം ഞങ്ങളുടെ മുകുന്ദേട്ടനാണെങ്കിൽ കൊച്ചിനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. വഴികളാണ്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റി. അയ്യോ നോക്കിട്ട് ഒരു കല്ല് സ്ലിപ്പായാൽ നമ്മളെ ഏറ്റവും താഴെ പോയി കിടക്കും. അങ്ങനെയുള്ളൊരു വഴിയായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾക്ക് വില്ലേജ് കാണാൻ പറ്റിയില്ല, കാരണം അത്രയും നമ്മൾ കയറിയിട്ടും ഇനി ഒരുപാട് കയറിങ്ങി മാത്രമേ നമ്മളവിടെ എത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ടൈം ലേറ്റായി, ഞങ്ങൾക്ക് തിരിച്ച് ഡൽഹിയിൽ പോകണം. അത്ര സുഖം വേണോ? ഈ വഴി നോക്കി ഫൈനലി ഞങ്ങളെ തിരിച്ചെത്തി. സർവൈവ്. ഒരു ഒന്നൊന്നര സംഭവം കുറച്ചുകൂടി ഉണ്ട്, അത് പെട്ടെന്ന് എളുപ്പാ. അത് ഞങ്ങള് കിടക്കും. അതെ, ഇത്രയും കിടക്കും. കല്ല് വെച്ച് എളുപ്പാച്ചാൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ 1-2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ താഴെ എത്താനായി ഗൈസ്. അതിൻ്റെ ഇടയിൽ ഒരു കഴുത ഞങ്ങൾ ഓടിപ്പിച്ചു. അങ്ങനെ ഈ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത പാർട്ടി കാണാം.